ഏറ്റുമാനൂർ കീർത്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം, ഗാനസന്ധ്യ, വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ഏറ്റുമാനൂർ റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്ന ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ പുഷ്പ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലാവട്ടെ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലാവട്ടെ, ആരംഭഹീനരായ, നിരാലംബരായ അല്ലെങ്കിൽ കിടപ്പ് രോഗികളായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ഓടിയെത്തുവാനായിട്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ കാണിക്കുന്ന ആ നല്ല ദൗത്യം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കൂട്ടായ്മ, അതാണ് ഇന്ന് നമ്മളുടെ ഈ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു കുറവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിവര സാങ്കേതിക വിദ്യ വർദ്ധിച്ചതനുസരിച്ച് നമ്മളുടെ കുട്ടികളായാലും മുതിർന്നവരായാലും മൊബൈലിലും ലാപ്ടോപ്പിൻ്റെയും മുമ്പിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും പിന്നെ നമ്മളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മളുടെ അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് മാത്യു മണലേൽ അധ്യക്ഷത വഹിച്ചു. ഒരിക്കൽ കൂടി നമുക്ക് ഇത്തരണത്തിൽ കൂടാൻ സാധിച്ചോർത്തുള്ള സന്തോഷം അറിയിക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ കൂടുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു ഇമ്പമുണ്ട്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാക്കുന്നതാണ് കുടുംബം. അതുകൊണ്ട് നമ്മളൊരു കുടുംബമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മുടെ കുടുംബം അതിൻ്റെ ഒട്ടും ടെമ്പോ കുറയാതെ നമ്മളിങ്ങനെ നടക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച വലിയ കാര്യം. മുനിസിപ്പൽ കൗൺസിലർ മേരിക്കുട്ടി ജോസഫ് മുഖ്യ സന്ദേശം നൽകി. വടക്കേനട റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഡി രഞ്ജിത്ത് കുമാർ, ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി വി.സി. മോഹനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി അജിത് കുമാർ ഡി സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ.സി. രമേശ് കൃതജ്ഞതയും പറഞ്ഞു. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം അസോസിയേഷൻ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സത്താർ ആൻഡ് സുജിത്ത് ഒരുക്കിയ ഗാനസന്ധ്യയും നടന്നു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.